ഹായ് ഗായ്സ്, വെൽക്കം ടു വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അലക്സാണ്ടർ ഇൻവേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അവിടെ വെച്ച് പറഞ്ഞു അലക്സാണ്ടർ ഇൻവേഷൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ മഗധ എംപയറിൻ്റെ ഡിക്ലൈനും. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു എംപയറിൻ്റെ വരവാണ്. ഇതാണ് മൗര്യൻ എംപയർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൗര്യൻ എംപയറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൗര്യൻ എംപയറിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യയാണ്. ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ ബുക്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ശൂദ്ര ഫാമിലി പെട്ട ആളാണെന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത്. എന്നാൽ ഏർലിയർ ബുദ്ധിസ്റ്റ് ബുക്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്ഷത്രിയ ഗോത്രമാണ് മൗര്യൻസ് എന്ന് പറയുന്നത്. നേപ്പാൾ റീജിയൻ്റെ ആ ഒരു ടെറായ് റീജിയൻ്റെ ആ ഒരു പാർട്ടിൽ അഡ്ജോയിൻ ചെയ്തിട്ട് വരുന്ന ഗോരഖ്പൂർ റീജിയനിലാണ് ഇവർ ഈ ഒരു ഗോത്ര സമൂഹത്തെ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം മഗധ എംപയറിൻ്റെ ലാസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നന്ദ ഡൈനാസ്റ്റി ആയിരുന്നു. അപ്പോൾ ഒരു ലേറ്റർ നന്ദ റൂളേഴ്സ് എല്ലാം തന്നെ വളരെ അൺപോപ്പുലർ ആയിരുന്നു, വീക്കായിരുന്നു. ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ചാണക്യയുമായി ചേർന്ന്, ചാണക്യയെ നമ്മൾ കൗട്ടില്യ എന്നും പറയും, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് മൗര്യൻ എംപയർ വളർന്നു വന്നത്. നമ്മൾ അലക്സാണ്ടർ ഇൻവേഷൻ ടൈമിൽ ഗ്രീക്സ് സെറ്റിൽമെൻറ്റ്സും ഗ്രീക്ക് ട്രേഡിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ ഗ്രീക്ക് റൈറ്റേഴ്സ് ഇതിനെപ്പറ്റി അതിൻ്റെ ബുക്സിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു ജസ്റ്റ് എന്ന് പറയുന്ന ഗ്രീക്ക് റൈറ്റർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം 6 ലക്ഷം ആർമിയെയും കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ കള്ളമാണോ അതൊന്നുമല്ല വിഷയം. പക്ഷെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയെ ലിബറേറ്റ് ചെയ്തത് ചന്ദ്രഗുപ്ത മൗര്യ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു റീജിയനിൽ കോൺകർ ചെയ്തിട്ടുള്ള മറ്റ് ആൾക്കാരാണെങ്കിലും ഗ്രീക്ക് റൂളേഴ്സ് ആണെങ്കിലും അവരും എല്ലാവരുമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് പീസ് അക്കോർഡ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഈസ്റ്റ് അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇൻഡസ് ഈ റീജിയൻ എല്ലാം കോൺകർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ റീജിയൻസ് മാത്രമായിരുന്നില്ല, ബീഹാർ, ഒറീസയുടെ ഒരു ഗുഡ് പോർഷൻസും അദ്ദേഹത്തിന് കൈയെടുക്കാൻ പറ്റി. പിന്നെ ബംഗാൾ റീജിയൻ, ഡെക്കാൻ റീജിയൻ, അങ്ങനെ ഒരു വാസ്റ്റ് എംപയർ തന്നെയായിരുന്നു അദ്ദേഹം കീഴടക്കിയിരുന്നത്. എന്നാൽ കേരള, പിന്നെ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ, തമിഴ്നാട് ഈ റീജിയൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ എംപയറിൽ വരുന്നതല്ല. ബാക്കി എല്ലാ റീജിയനും ഇപ്പോൾ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ നോർത്ത് സൗത്ത് ആണെങ്കിൽ കാശ്മീർ ടു കർണാടക, ഈസ്റ്റ് വെസ്റ്റ് പോർഷൻസ് പറയുകയാണെങ്കിൽ ഹിന്ദു കുഷ് ടു ബംഗാൾ. ഇതാണ് ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് പറഞ്ഞ. പക്ഷേ ഈ ഒരു റീജിയൻസൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം എത്ര പോർഷൻസ് ഭരിച്ചോ അതിനേക്കാളും വാസ്റ്റായിട്ടുള്ള റീജിയൻസ് മൗര്യൻ എംപയറിന് ഭരിക്കാൻ സാധിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കറിയാം ഈ ഒരു റീജിയണിൽ നാഷണലിസം ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇമ്പീരിയൽ ഓർഗനൈസേഷൻ തന്നെയായിരുന്നു ആ ഒരു പീരീഡിലും ഉണ്ടായിരുന്നത്. മെഗസ്തനസ് ഒരു ഗ്രീക്ക് അംബാസിഡറാണ്. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്രീക്ക് റൂളേഴ്സായ സെലൂക്കസ് അദ്ദേഹമാണ് ഈ ഒരു കോർട്ടിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പം അദ്ദേഹം താമസിച്ചിരുന്നത് പാടലിപുത്രയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം മൗര്യൻ എംപയറിനെ പറ്റി ഇലാബറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൗട്ടില്യയുടെ അർത്ഥശാസ്ത്ര, അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ 2 സോഴ്സസിൽ നിന്നാണ് നമ്മൾ മൗര്യൻ എംപയറിൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഈ 2 സോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചന്ദ്രഗുപ്ത മൗര്യ ഒരു ഓട്ടോക്രാറ്റ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സ്വേച്ഛാധിപതി എന്ന് പറയാം, പവറെല്ലാം ഒറ്റ ഒരാളുടെ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ ഒരു അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട് പ്രജകളുടെ സന്തോഷമാണ് രാജാവിൻ്റെ സന്തോഷം, അതുപോലെ അവരുടെ ട്രബിൾസാണ് അദ്ദേഹത്തിൻ്റെ ട്രബിൾസ് എന്നാണ്. പക്ഷേ ഈ നോംസ് എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ പാലിച്ചിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഈ മെഗാസ്തനസിൻ്റെ സോഴ്സിൽ നോക്കുകയാണെങ്കിൽ തന്നെയും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കിങ്ങിനെ അസിസ്റ്റ് ചെയ്തൊരു കൗൺസിലുണ്ട്. ആ കൗൺസിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് വിസ്ഡംസിനെ പറ്റിയാണ്. ഇവരുടെ അഡ്വൈസ് ഒന്നും കിങ്ങിന് ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കുന്ന രീതിയിലൊന്നും അദ്ദേഹത്തിന് ഒരു എവിഡൻസും അവിടെ കാണാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ ഈ കൗൺസിലിലുള്ള മെമ്പേഴ്സാണ് ഹൈ ഓഫീഷ്യൽസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യമല്ലാതെ ഇവരുടെ അഡ്വൈസ് കിങ്ങിന് ബൈൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ
അതിനുള്ള എവിഡൻസസുകളൊന്നും ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ചന്ദ്രഗുപ്ത മൗര്യ ഒരു സ്വേച്ഛാധിപതിയാന്ന് പറഞ്ഞു. അതായത് ലെജിസ്ലേഷൻ ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യലും എല്ലാം ഒരു കിങ്ങിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി സെൻട്രലിസം നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. എന്നാലും ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ റീജിയനിലാണ് കൂടുതൽ സെൻട്രലൈസേഷൻ ഉള്ളതെന്ന് പറയാം. ഇപ്പം പാട്ലിപുത്ര ടാക്സിലെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ടാക്സിലയിലേക്ക് ഒരു മെസ്സേജ് എത്തണമെങ്കിൽ 26 days എങ്കിലും എടുക്കും. അപ്പം ഈ റീജിയനിൽ ഈ മെസ്സഞ്ചറായിട്ട് പോകുന്നത് ഗവർണർ ജനറൽസ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അതോറിറ്റി അവിടെ സ്ഥാപിക്കാൻ അവർക്ക് വളരെ ഈസിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റിമോട്ട് ഏരിയാസിലൊന്നും അത്ര 100% എന്താണ് സെൻട്രലൈസേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ടാക്സിലയിലും ഉജ്ജയിനിലും ഒക്കെ റിവോൾട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇത് ഈ ഒരു മെസ്സഞ്ചേഴ്സിൻ്റെ മാൽ പ്രാക്ടീസസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു എംപയർ നോക്കുവാണെങ്കിൽ ഈ ഒരു എംപയറിനെ നമ്പർ ഓഫ് പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഓരോ പ്രൊവിൻസസിനെ വീണ്ടും ഓരോ പ്രൊവിൻസസും ഒരു പ്രിൻസിൻ്റെ അണ്ടറിലായിരുന്നു കൊടുത്തിരുന്നത്. ഈ പ്രൊവിൻസസ് പ്രിൻസിൻ്റെ അണ്ടറിലാണ്. ഈ പ്രിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയൽ ഫാമിലിയുടെ ഇളമുര വംശകനാണ്. അപ്പം ഓരോ പ്രിൻസസിൻ്റെ കയ്യിലായിരിക്കും ഓരോ പ്രൊവിൻസസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടുത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ എക്സ്കവേഷൻസ് നോക്കുവാണെങ്കിൽ ഓരോ പ്രൊവിൻസസിലും കുറേ വ്യത്യസ്തമായിട്ടുള്ള ടൗൺസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൗൺസ് എക്സ്കവേറ്റ് ചെയ്തത് മൗര്യൻ പീരീഡിലാണ്. സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ഏതാണെന്ന് ചോദിച്ചാൽ പാട്ലിപുത്രയായിരുന്നു മൗര്യൻസിൻ്റെ ക്യാപിറ്റൽ, കൗസാംബി, ഉജ്ജയിൻ, ടാക്സില. ഇനി ഈ പാട്ലിപുത്രയാണെങ്കിൽ തന്നെയും നമുക്കറിയാം ഈ ക്യാപിറ്റലിൽ തന്നെ 6 കമ്മിറ്റീസ് ഉണ്ട്. ഈ കമ്മിറ്റീസിൽ ഒരു കമ്മിറ്റിയിൽ 5 മെമ്പേഴ്സ് കാണും. അങ്ങനെ 30 ഓഫീസേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റേഷൻ, കെയർ ഓഫ് ഫോറിനേഴ്സ്, പിന്നെ ബർത്ത്, ഡെത്ത് ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ, പിന്നെ വെയ്റ്റ്സ് മെഷറിൻ്റെയൊക്കെ റെഗുലേഷൻ. ഇതാണ് ഈ സെൻറ്ററിലുള്ള 6 കമ്മിറ്റീസിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും വാവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആർമി തന്നെയാണ്. വളരെ ഹ്യൂജ് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൗര്യൻസ്. ഇപ്പം റോമൻ റൈറ്റിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 6 ലക്ഷത്തോളം സോൾജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 30,000 കാലാൾപ്പടകൾ ഉണ്ടായിരുന്നു. 9,000 എലിഫൻറ്റ്സ് ഉണ്ടായിരുന്നു. 8,000 ചേരിയറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേവിയെ പറ്റിയും മെഗസ്തനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓഫീസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെൻട്രലിലെ കമ്മിറ്റീസ് പോലെ അല്ല ബാക്കി കമ്മിറ്റീസ് എന്ന് പറയുന്നത്. 30 ഓഫീസേഴ്സ് ഉള്ള ഒരു 6 കമ്മിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ പോലെ തന്നെ 5 മെമ്പേഴ്സ് തന്നെയാണ് ഒരു കമ്മിറ്റിയിലുള്ളത്. അതൊരു 6 വിങ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ആർമി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, 2 ഈ ഒരു കാലാൾപ്പടകളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പിന്നെ 3ാമത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് എലിഫൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അടുത്തത് ചേരിയറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ നേവിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ 6 വിങ്സ് ആയിട്ടാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയൊരു ഹ്യൂജ് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഫിനാൻഷ്യൽ ബേസ് അവർക്കുണ്ടാവണം. അപ്പം അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കൗട്ടില്യയുടെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ലാൻഡുകളും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഓരോ ലാൻഡുകൾ കോൺകർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അതിൽ വിർജിനായിട്ട് കിടക്കുന്ന ലാൻഡുകളുണ്ട്. അപ്പോൾ കൾട്ടിവേഷൻ ഒന്നും ഇല്ലാത്ത ഈ ലാൻഡുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റീജിയനിൽ വന്നിട്ടുള്ള പുതിയ ഫാമേഴ്സ് ഉണ്ടല്ലോ, അവർ ന്യൂലി സെറ്റിൽ ആയിട്ടുള്ള ഫാമേഴ്സിനെ എന്ത് ചെയ്യും, കൊടുക്കും. അവരോട് പറയും കൾട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 അല്ലെങ്കിൽ 1/6 പ്രോഡക്ട്സ് എന്ത് ചെയ്യും അവർ ടാക്സ് ആയിട്ട് പിരിക്കും. അതുപോലെ മറ്റ് ലാൻഡുകളിലാണെങ്കിലും ഫാമേഴ്സ് ആണെങ്കിലും മറ്റ് ശൂദ്രാസ് അവരൊക്കെ എന്ത് ചെയ്യണം, ഇതുപോലെ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. ഏതെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ ഫോഴ്സ്ഡ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് മറ്റ് റിമോട്ട് ഏരിയയിൽ നിന്ന് ടൗണിലേക്ക് പോയിട്ട് ഏതെങ്കിലും കോമഡിറ്റി സെയിൽ ചെയ്യണമെങ്കിൽ ഒരു ഗേറ്റ്സിൻ്റെ അവിടെ എത്തുമ്പോൾ ടോള് പിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മറ്റ് ചില കാര്യങ്ങൾ, ചില പ്രോഡക്റ്റ്സ് ഒന്നും പ്രജകൾക്ക് നിർമ്മിക്കാൻ പറ്റത്തില്ല. അത് മൊത്തത്തിൽ സെൻട്രലിന് മാത്രമുള്ളതാണ്. അതായത് മോണോപോളി, മൈനിങ്ങിൻ്റെ മോണോപോളി ഫുള്ള്
എംപയറിനായിരുന്നു. അതുപോലെ തന്നെ ലിക്വറിൻ്റെ സെയില്, അതുപോലെ ആംസ്, അതൊക്കെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഫുൾ മോണോപോളി ഈ രാജകുടുംബത്തിന് മാത്രം ആയിരുന്നു. അപ്പം ഇവർക്കൊരു വലിയ ഫിനാൻഷ്യൽ ബേസ് ഇതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും. ചന്ദ്രഗുപ്ത മൗര്യയുടെ സക്സസറായിട്ട് വന്ന അടുത്ത ആളാണ് ബിന്ദുസാര. ബിന്ദുസാരയുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ നേടിക്കൊടുത്ത ആ ഒരു സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ എക്സ്പാൻഷൻ അത്ര പോരായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണ കാലഘട്ടത്തിലായിരുന്നു ടാക്സിലെ ഉജ്ജയിനും തമ്മിൽ ഒരു റിവോൾട്ട് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയും ട്രാൻസ്പോർട്ടേഷനും ഒരു ലിമിറ്റേഷൻസ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ചില ഭാഗങ്ങളിൽ നമുക്ക് ആ ഒരു ഡീസെൻട്രലൈസേഷൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ റിവോൾട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബിന്ദുസാര എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനായ അശോകയെ ടാക്സിലേക്ക് അയച്ചു. അങ്ങനെയാണ് അവിടുത്തെ ഒരു ടെൻഷൻസൊക്കെ മാറ്റിയത്. പിന്നീട് ഈ ബിന്ദുസാരയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോറിൻ റിലേഷൻഷിപ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എസ്പെഷ്യലി ഈജിപ്റ്റ്, സിറിയ, ഇറാൻ, ഈ റീജിയനിലെല്ലാം ഫോറിൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അശോകയെ പറ്റിയാണ്. അശോക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ 273 BC to 232 BC ആണ്. അശോക ഒരു ഗ്രേറ്റ് റൂളർ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അശോക ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ബുദ്ധിസ്റ്റ് ബുക്സിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഏർലിയസ്റ്റ് ലൈഫിൽ അദ്ദേഹം വളരെ ക്രൂവലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 99 ബ്രദേഴ്സിനെയും ത്രോണിന് വേണ്ടി അദ്ദേഹം കൊന്നിരുന്നു. അപ്പം പക്ഷേ അശോക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ലെജൻഡാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പം തെറ്റായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഫുൾ ബയോഗ്രാഫി നമുക്ക് കിട്ടുന്നത് ബുദ്ധിസ്റ്റ് റൈറ്റേഴ്സ് എഴുതിയതിൽ നിന്നാണ്. അതിൽ ഫുൾ ഓഫ് ഫിക്ഷൻസ് ആണ്. നമുക്ക് ഇതത്ര സീരിയസ് മാറ്ററായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അശോക ഈഡിക്ട്സ് ആണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നോക്കുക, ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഇന്ത്യൻ കിങ് ആണ് ഇൻസ്ക്രിപ്ഷനിലൂടെ പ്രജകളോട് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും റോയൽ ഓർഡേഴ്സും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസിലൂടെ അദ്ദേഹത്തിൻ്റെ റോയൽ ഓർഡേഴ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പ്രജകളിലേക്ക് നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസൊക്കെ എൻഗ്രേവ് ചെയ്തേക്കുന്നത് റോക്സിലും കേവ്സിലുമാണ്. പിന്നെ ഈ ഒരു ക്യാപിറ്റൽ റീജിയനൊക്കെ വരുവാണെങ്കിൽ പോളിഷ്ഡ് സ്റ്റോൺ പില്ലേഴ്സിലാണ് ഇതൊക്കെ എൻഗ്രേവ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മാത്രമല്ല കാണുന്നത്, അഫ്ഗാനിസ്ഥാനിലെ ഖാന്ദാർ എന്ന് പറഞ്ഞ റീജിയനിലും നമുക്ക് അശോക ഇൻസ്ക്രിപ്ഷൻസ് കാണാം. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ ഏകദേശം 44 റോയൽ ഓർഡേഴ്സ് ഉണ്ട്, അതിൻ്റെ കോപ്പീസും ഉണ്ട്. ഈ ഇൻസ്ക്രിപ്ഷൻസ് പ്രാകൃത് ലാംഗ്വേജിലാണ് കമ്പോസ് ചെയ്തേക്കുന്നത്, ബ്രാഹ്മണി സ്ക്രിപ്റ്റാണ്. പക്ഷേ നോർത്ത് വെസ്റ്റ് റീജിയനിലൊക്കെ ആണെങ്കിൽ ഖരോസ്തി സ്ക്രിപ്റ്റാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ റീജിയൻ ആണെങ്കിൽ അരമിക്, അതായത് ഗ്രീക്ക് സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലൂടെയാണ് അശോക ആ ഒരു ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ഹൈവേസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ വ്യക്തമായ ഡീറ്റെയിൽസ് തരുന്നതാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസ്. കലിംഗ വാറിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു മേജർ വാർ എന്ന് പറയുന്നത് കലിംഗ വാർ തന്നെയായിരുന്നു. കാരണം ഈ ഒരു വാറിലൂടെ 1,00,000 ആളുകളെ വധിച്ചിരുന്നു. അതുപോലെ തന്നെ 1,50,000 പേരെ തന്നെ തടങ്കലിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു വാറിലൂടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിരുന്നത് ബ്രാഹ്മണിക് പ്രീസ്റ്റുകളും പിന്നീട് ബുദ്ധിസ്റ്റ് മങ്സുകളുമായിരുന്നു. അപ്പോൾ ഈ ഒരു അശോക ഇത് അദ്ദേഹത്തിനൊരു കുറ്റബോധം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ റോക്ക് എഡിക്ട്സിൽ 13ാമത്തെ മേജർ എഡിക്ട്സിൽ പറഞ്ഞിട്ടുണ്ട്, ഭരിഘോഷ ഈസ് റീപ്ലേസ്ഡ് ബൈ ധർമ്മഘോഷ. അതായത് ഫിസിക്കൽ ഒക്കുപ്പേഷനെ റീപ്ലേസ് ചെയ്തൊരു കൾച്ചറൽ കോൺകസ്റ്റിലേക്ക് മാറാം എന്ന് അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായി. അദ്ദേഹം ഏകദേശം ഈ ഒരു കലിംഗ വാറിന് ശേഷം 8 വർഷത്തോളം ദൈവത്തിന് മുമ്പിൽ അദ്ദേഹത്തെ സമർപ്പിക്കുകയുണ്ടായി.
പക്ഷേ ഈ ഒരു കലിംഗ വാർ ശരിക്കും ഈ ഒരു തടങ്കലിലാക്കിയവർ മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കലിംഗ അനെക്സ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ധർമ്മ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഉള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. ആ ഒരു വാറിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സോഷ്യൽ എലമെൻസിൻ്റെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയങ്ങളെ എല്ലാവരിലും എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പം മെയിനായിട്ട് ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിനോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകളിലാണെങ്കിലും, അതുപോലെ തന്നെ അതിർത്തികളിൽ വരെ അദ്ദേഹത്തിന് അവിടെ അതിർത്തികളിൽ വരുന്ന കിങ്ഡംസിലും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അദ്ദേഹം എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ ഈ ഒരു ഫോറിൻ റീജിയൻസിലൊക്കെ ഉള്ള ഒരു ആധിപത്യം ഒരിക്കലും ഒരു മിലിറ്ററി കോൺക്വസ്റ്റിലൂടെ വേണ്ട, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി വഴി ആ ഒരു ആശയത്തിലൂടെ അവരെ കോൺകർ ചെയ്യാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ ഫോറിനേഴ്സിന് വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിൽ അവിടുത്തെ അനിമൽസിൻ്റെ വെൽഫെയറിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊരു പുതിയ കാര്യം തന്നെ ആയിരുന്നു. അദ്ദേഹം പീസിന് വേണ്ടി ഉള്ള അംബാസിഡേഴ്സ് ഓഫ് പീസിന് വേണ്ടി ഒരുപാട് അംബാസിഡേഴ്സിനെ ഫോറിൻ കൺട്രീസിലേക്ക് അയച്ചിരുന്നു. ഗ്രീക്സിലാണെങ്കിലും ഏഷ്യയിലാണെങ്കിലും ഗ്രീസിലാണെങ്കിലും ഒരുപാട് കിങ്ഡംസിൽ അദ്ദേഹം പീസിന് വേണ്ടി ഒരുപാട് ആൾക്കാരെ അയച്ചിരുന്നു. അതുപോലെ ഇതൊക്കെ നമുക്ക് ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ബുദ്ധിസ്റ്റ് ബുക്സൊക്കെ നോക്കുവാണെങ്കിൽ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഇപ്പം പറഞ്ഞു പീസിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, അശോക മറ്റ് കിങ്ഡംസിലേക്ക് ആളുകളെ അയച്ചിരുന്നത്. പക്ഷേ ബുദ്ധിസ്റ്റ് ബുക്സിലേക്ക് നോക്കുവാണെങ്കിൽ അവർ പറഞ്ഞേക്കുന്നത് മിഷണറീസിനെയാണ് അയച്ചേക്കുന്നത്. അത് മെയിനായിട്ട് ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചിരുന്നത്. ശ്രീലങ്കയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡ എന്നാണ് ബുദ്ധിസ്റ്റ് ബുക്സിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തെറ്റാണെന്ന് തന്നെ പറയാം. കാരണം കലിംഗ വാറിന് ശേഷം അദ്ദേഹം പൂർണ്ണമായ ഒരു എക്സ്ട്രീം പാസിഫിസ്റ്റായോ അല്ലെങ്കിൽ ഒരു യുദ്ധവിരുദ്ധ വാദിയായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം അദ്ദേഹം കലിംഗ വാറിന് ശേഷം ആ ഒരു റീജിയനെ അദ്ദേഹത്തിൻ്റെ അനെക്സ് ചെയ്ത് തന്നെ എടുക്കുമായിരുന്നു, അല്ലാതെ അതിനെ ലിബറേറ്റ് ചെയ്യുകയൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യ ടൈമിലുള്ള ആ ഒരു ആർമിയെ ഡിസ്ബാൻഡ് ചെയ്തിട്ടില്ല, അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിൾസിന് അദ്ദേഹത്തിൻ്റെ ആശയം അവരിലെത്തിക്കുമ്പം ഈ ആശയം വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ധർമ്മ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നെ ആ ഒരു എംപയറിനുള്ളിൽ തന്നെ ഒരു ക്ലാസ് ഓഫ് ഓഫീസേഴ്സിനെ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തിരുന്നു. അവരെ രാജ്കൂസ് എന്ന് പറയും. അവർ ഈ ഒരു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ഇത് വയലേറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യാനും കൂടി വേണ്ടിയായിരുന്നു. അപ്പം നമുക്കൊരിക്കലും കലിംഗ വാറിന് ശേഷം അശോക പൂർണ്ണമായൊരു സമാധാനവാദിയായി എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കണക്ക് ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം മിഷണറീസിനെ അയച്ചു എന്നുള്ള വാദം തെറ്റ് തന്നെയാണ്. മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ അദ്ദേഹം ബുദ്ധിസത്തിനെ ഫോളോ ചെയ്തിരുന്നു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കോർട്ടിലൊന്നും മിനിസ്ട്രിയിലൊന്നും ഒരു ബുദ്ധിസ്റ്റ് വ്യക്തികളെയും റിക്രൂട്ട് ചെയ്തിരുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിലീജിയനാണ് ബുദ്ധിസം. പക്ഷേ ആ ഒരു എംപയറിൻ്റെ റിലീജിയൻ എന്ത് തന്നെയാണ്, ധർമ്മ തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ കാന്താർ അതായത് അഫ്ഗാനിസ്ഥാനിലെ ഇൻസ്ക്രിപ്ഷൻസ് നോക്കുവാണെങ്കിൽ അവിടെയും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ധർമ്മ പോളിസി എത്രത്തോളം പ്രൊപ്പഗേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് പറയുന്നത്. ഹണ്ടേഴ്സ് ആണെങ്കിലും ഫിഷർമാൻ ആണെങ്കിലും അനിമൽസിനെ ഉപദ്രവിക്കുന്നത് നിർത്തിയിട്ട് അവരൊരു സെറ്റിൽഡ് അഗ്രികൾച്ചർ ലൈഫിലേക്ക് മാറി എന്നുള്ളത് ഈ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം ആ ഒരു ധർമ്മ പോളിസി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു ഇൻറ്റേർണൽ പോളിസി നോക്കുകയാണെങ്കിൽ, ഇപ്പം ധർമ്മ ആണ് അവിടുത്തെ എംപയറിൻ്റെ റിലീജിയൻ എന്ന് പറഞ്ഞു. ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഹേവിയർ കോഡാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് പീപ്പിൾ.
അതായത് ആ ഒരു എംപയർ സിസ്റ്റത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനൊരു കോഡാണ് ധർമ്മ എന്ന് പറയുന്നത്. ആ ധർമ്മയിലൂടെ അവിടെ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വളരെ ഡൈവേഴ്സിറ്റി ഉള്ളൊരു റീജിയനാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ധർമ്മ പോളിസിയിലൂടെ അദ്ദേഹം അവിടെ ഒരു യൂണിറ്റി കൊണ്ടുവരാൻ നോക്കി. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓർഡറാണ്. അല്ലാതെ പൂർണ്ണമായിട്ട് ആ ബുദ്ധിസത്തിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല നോക്കുന്നത്. ആ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ധർമ്മ സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ധർമ്മ മഹാമാതൃ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അദ്ദേഹം റിക്രൂട്ട് ചെയ്തിരുന്നു ഈ ഒരു ധർമ്മ പോളിസി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ധർമ്മ യാത്രകളും ഓർഗനൈസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിസം ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ റിലീജിയനായിട്ട് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റിനാണെങ്കിലും അവിടുത്തെ ഷ്രൈൻസിനുമൊക്കെ അദ്ദേഹം ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ബുദ്ധിസ്റ്റ് കൗൺസിലൊക്കെ ലീഡർഷിപ്പ് വഹിച്ചിരുന്നത്. അങ്ങനെ കുറേ മിഷണറീസിനെ ശ്രീലങ്ക, ബർമ്മ, സൗത്ത് ഇന്ത്യ ഈ റീജിയനിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞയച്ചിരുന്നു. അതുപോലെ ഒരു പെറ്റേണൽ കിങ്ഷിപ്പായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഒഫീഷ്യൽസിൻ്റെ അടുത്തും എന്താണ് പ്രജകളോട് എപ്പോഴും അവരോട് പറയണം, രാജാവിൻ്റെ പ്രജകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ പോലെയാണ് എന്ന് പറയണം എന്ന് ഒഫീഷ്യൽസിനെ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം അനിമൽ സാക്രിഫൈസ് ആണെങ്കിലും റിച്വൽസിനെ എല്ലാം ഡിസപ്രൂവ് ചെയ്തിരുന്നു. അതുപോലെ ജനങ്ങൾ എപ്പോഴും അവരുടെ പേരൻസിനെ ഒബേ ചെയ്യണമെന്നും ഈ സന്യാസിമാരാണെങ്കിലും അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ സ്ലേവ്സ്, സർവൻസ് ഇവരോടൊക്കെ കരുണ കാണിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ ഓർഡർ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെവൻ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ഇവിടുത്തെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം നോക്കുകയാണെങ്കിൽ കോർട്ടുകളുണ്ടായിരുന്നു. ക്രിമിനൽ കോർട്ടും ഫാമിലി കോർട്ടും ഉണ്ടായിരുന്നു. അതായത് ക്രിമിനൽ കോർട്ടിനെ കാണ്ഠക്ഷോരൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഫാമിലി കോർട്ടിനാണെങ്കിൽ ധർമ്മസ്ത്യ എന്നും പറഞ്ഞിരുന്നു. അർത്ഥശാസ്ത്രയിൽ 8 മിനിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതിൽ 8 മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ 26 സൂപ്രണ്ടൻസ്, പിന്നീട് ട്രേഡിന് വേണ്ടിയുള്ള ഹയർ ഒഫീഷ്യൽസ് ഇവരെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രേഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു എന്ന് പറയാം. അതുപോലെ മൗര്യൻസ് ആയിരുന്നു ഒരു ഡയറക്റ്റ് ട്രേഡ് സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ഒരേ ഒരു എംപയർ. കാരണം അവിടെ ഓപ്പൺ മാർക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം മോഡേൺ ടൈമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫാക്ടറീസൊക്കെ അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു കിങ്ഡത്തിൽ കാണാൻ പറ്റുമായിരുന്നു. ഇവരുടെ ഒരു എക്കണോമി നോക്കുവാണെങ്കിൽ മൗര്യൻ പീരീഡിൽ മഹാജനപദ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. അർബനൈസ്ഡ് ആയിരുന്നു, കോയിൻസിൻ്റെ യൂസേജ് ഉണ്ടായിരുന്നു, ഹെൽത്തി ട്രേഡായിരുന്നു നടത്തിയിരുന്നത്. അതുപോലെ ബ്രിക്സും സ്റ്റോൺസും എല്ലാ ഹൗസ് ബിൽഡിങ്സിന് യൂസ് ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ളൊരു അഗ്രികൾച്ചർ സർപ്ലസും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അശോക എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ വേൾഡിലെ ഒരു ഗ്രേറ്റസ്റ്റ് മിഷണറി റൂളർ തന്നെയാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ധർമ്മ പോളിസിയിലൂടെ വലിയൊരു പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ആ ഒറ്റയൊരു പോളിസി അദ്ദേഹത്തിനുള്ളായിരുന്നു ധർമ്മ. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റിലും ഒറ്റയൊരു ലാംഗ്വേജും ഒരു സ്ക്രിപ്റ്റും മാത്രമായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വൺ ധർമ്മ, വൺ ലാംഗ്വേജ്, വൺ സ്ക്രിപ്റ്റ് എന്നൊരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് മറ്റ് റീജിയനിലെത്താൻ വേണ്ടി അദ്ദേഹം വേരിയസ് ലാംഗ്വേജ്, സാൻസ്ക്രിറ്റും ഗ്രീക്കും ഒക്കെ യൂസ് ചെയ്തിരുന്നു. അരൈമൈക് ഗ്രീക്ക് ഇൻസ്ക്രിപ്ഷൻസും ഒക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന് റിലീജിയസ് പോളിസിയൊന്നും അദ്ദേഹം ടോളറേറ്റ് ചെയ്തിരുന്നില്ല. ആരെയും ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രജകളെയും ഫോഴ്സ് ചെയ്തിരുന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് അദ്ദേഹം ബുദ്ധിസ്റ്റ് മോങ്സിന് മാത്രമല്ല ഗിഫ്റ്റ് കൊടുത്തിരുന്നത്, നോൺ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ബുദ്ധിസ്റ്റ് സെക്ടേഴ്സിനുമൊക്കെ അദ്ദേഹം ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു റോള് വരുന്നത് കൗട്ടില്യ തന്നെയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ചാണക്യ എന്ന് പറയും. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ കോൺക്വസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിനെ റിവേഴ്സ് ചെയ്ത് ധർമ്മ പോളിസിയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, അതിലും ഈ ഒരു ധർമ്മ ഫീച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും.
എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോളിസി ഒരു ഷോർട്ട് ടേമിൽ നോക്കുവാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ലോങ് ടേമിൽ അദ്ദേഹത്തിൻ്റെ പോളിസി ഒരു ഫെയിലിയർ തന്നെ ആയിരുന്നു. കാരണം കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോളിസിക്ക് ഗൈഡൻസ് വന്നില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും ഇതിൻ്റെ ഒരു റെലവൻസ് വന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ആഫ്റ്റർ അശോക അദ്ദേഹത്തിൻ്റെ സക്സസറായിട്ട് വന്നവർക്കൊന്നും ഈ ഒരു ധർമ്മ പോളിസിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഇൻവേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻഡോ ഗ്രീക്സ് ആണെങ്കിലും കുഷനാസ് ആണെങ്കിലും എന്ത് ചെയ്തു, ഇന്ത്യയിലേക്കുള്ള ഒരു ലോങ് ഏരിയ യിലേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങി. ഒരുപാട് റീജിയനിലുള്ള ആൾക്കാരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. അതോടുകൂടി ഈ ഒരു മൗര്യൻ എംപയറിനൊരു ചേഞ്ചസ് തന്നെ വരികയാണ് ഉണ്ടായത്. ആ ഒരു അശോകയുടെ ധർമ്മ പോളിസി എന്താണ് ഒരു ഫെയിലിയർ ആവാനുള്ളൊരു റീസണും ആയി. പിന്നീട് ഞാൻ ലാസ്റ്റ് പറഞ്ഞാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഫോറിൻ പോളിസിയിലെയും പഞ്ചശീല തത്വം അത് ധർമ്മയിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇതോടുകൂടി ആ ഒരു മൗര്യൻ പീരീഡിൻ്റെ ഈ ഒരു ധർമ്മ പോളിസിയുടെ ഡിക്ലൈനോട് കൂടി മൗര്യൻ പീരീഡ് നമുക്ക് എൻഡ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു മൗര്യൻ പീരീഡിൻ്റെ ശേഷം വന്നിട്ടുള്ള പോസ്റ്റ് മൗര്യ പീരീഡാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകളെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.